ഇന്ന് രാവിലെ കൊല്ലത്ത് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഒരു കുട്ടി ഇലക്ട്രിക് ഷോക്കേറ്റ് മരണപ്പെട്ട വിവരം, അതിദാരുണമായി മരണപ്പെട്ട വിവരമാണ് നമ്മളെല്ലാം അറിഞ്ഞത്. അതീവ ഗുരുതരമായ കൃത്യവിലോപം KSEBിയുടെ ഭാഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി അന്വേഷിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകുന്ന കാര്യം. നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളെ ഹൈടെക് സ്കൂളുകൾ എന്നായിരുന്നു ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് സ്കൂളുകളെ ഹൈ അലേർട്ട് സ്കൂളുകളായി പ്രഖ്യാപിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് കേരള സർക്കാർ കൊണ്ടെത്തിച്ചത്. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ ഏതാനും അടി മുകളിലൂടെ ഒരു ഇലക്ട്രിക് ലൈൻ വലിക്കുന്നത് കണ്ടെത്താൻ പോലും കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഭരണ സംവിധാനങ്ങൾ മാറുകയാണ്. ഒരു കാലത്ത് ആരോഗ്യ മേഖലയും പൊതുവിദ്യാഭ്യാസ മേഖലയുമായിരുന്നു കേരളത്തെ ഇന്ത്യയിൽ തന്നെ തല ഉയർത്തിപ്പിടിക്കാൻ പര്യാപ്തമാക്കിയത്. ഇന്ന് ആ രണ്ടു മേഖലയും തകർന്ന് തരിപ്പണമായതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദി ഇന്ന് കേരളം ഭരിക്കുന്ന ഇടത് സർക്കാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങളോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനമാണ് ഈ വിഷയങ്ങളിലൂടെ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഏത് വിഷയമെടുത്ത് പരിശോധിച്ചാലും, ഇപ്പോൾ വയനാട്ടിലെ ദുരന്തബാധിതരുടെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ സമാനതകളില്ലാത്ത ക്രൂരതകളാണ് അവിടുത്തെ ഇരകളോട് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ നേരത്തെ ഉണ്ടായ പുത്തുമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പോലെ ആകുമോ ഇപ്പോഴത്തെയും പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നാണ് വയനാട്ടിലെ ദുരിതബാധിതർ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പുത്തുമലയിൽ ദുരന്തമുണ്ടായ സമയത്ത് അന്ന് കേരളം ഭരിച്ചിരുന്ന പിണറായി സർക്കാർ അവകാശപ്പെട്ട ചില കാര്യങ്ങൾ, അന്നത്തെ പത്രങ്ങളിൽ വന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ്. ദേശാഭിമാനിയിൽ വന്ന വാർത്ത 103 കുടുംബങ്ങൾക്ക് 11.4 ഏക്കറിൽ ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കുമെന്നായിരുന്നു അന്ന് അവകാശപ്പെട്ടത്. കള്ളാടി വാഴക്കാൽ എസ്റ്റേറ്റിലാണ് ഇത്തരമൊരു ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നായിരുന്നു സർക്കാരിൻ്റെ അവകാശവാദം. ഇങ്ങനെയൊരു ടൗൺഷിപ്പ് കള്ളാടി വാഴക്കാലിൽ കാണിച്ചു തരുന്നവർക്ക് 1 കോടി രൂപ ഇനാം കൊടുക്കാൻ യൂത്ത് ലീഗ് സന്നദ്ധമാണ്. നേരത്തെ സംഘപരിവാർ സംഘടനകളുടെ താല്പര്യപ്രകാരം കേരള സ്റ്റോറി എന്ന പേരിലൊരു സിനിമ എടുത്ത് കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ആ സിനിമ യാഥാർത്ഥ്യമാണ് എന്ന് സംഘപരിവാർ സംഘടനകൾ അവകാശപ്പെടുകയും ചെയ്ത സമയത്ത് അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിച്ചാൽ 1 കോടി രൂപ കൊടുക്കാമെന്ന് ഞങ്ങൾ അവകാശപ്പെട്ടിരുന്നു. അന്ന് അതാരും ഏറ്റെടുത്തിട്ടില്ല. ഇപ്പോൾ സർക്കാരിനെ അനുകൂലിക്കുന്നവർക്കുള്ളൊരു സുവർണാവസരമായി ഞങ്ങൾ ഈ ഇനാം പ്രഖ്യാപനത്തെ അവരെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. കള്ളാടി വാഴക്കാൽ എസ്റ്റേറ്റിൽ 11.4 ഏക്കർ ഭൂമിയിൽ പുത്തുമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രഖ്യാപിച്ച ഇങ്ങനൊരു ടൗൺഷിപ്പ് കാണിച്ച് തരുന്ന ഏതൊരാൾക്കും യൂത്ത് ലീഗ് 1 കോടി രൂപ ഇനാം കൊടുക്കും. ഇതിനകത്ത് 103 വീട്, ഈ ടൗൺഷിപ്പിൻ്റെ ഇത് വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തകളാണ്. മാധ്യമത്തിൽ വന്ന വാർത്ത, മാതൃഭൂമിയിൽ വന്ന വാർത്ത. ഇതൊന്നും മാതൃഭൂമിയുടെയോ മാധ്യമത്തിൻ്റെയോ ഒന്നും കുഴപ്പമായിട്ട് കാണുകയല്ല, സർക്കാരിൻ്റെ അവകാശവാദമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 103 വീട്, സ്കൂള്, അങ്കനവാടി, പള്ളി, അമ്പലം, കളിസ്ഥലം, ഹൈസ്കൂള്, സാംസ്കാരിക കേന്ദ്രം, പോസ്റ്റ് ഓഫീസ്, പ്രാഥമികാരോഗ്യ കേന്ദ്രം, ഇതെല്ലാം ഈ ടൗൺഷിപ്പിൽ നിർമ്മിക്കുമെന്നായിരുന്നു അന്ന് പിണറായി സർക്കാർ അവകാശപ്പെട്ടത്.
അങ്ങനൊരു ടൗൺഷിപ്പിനെ കുറിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. സമാനമായ രീതിയിൽ ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക്, അതുപോലെ തന്നെ ദുരന്തബാധിതർക്ക് ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് സർക്കാർ അവകാശപ്പെട്ടത്. അതിനായി 763 കോടി രൂപയിലധികമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ, മനുഷ്യത്വമുള്ള മലയാളികളും അല്ലാത്തവരുമൊക്കെ സംഭാവന ചെയ്തത്. ഈ 763 കോടി രൂപ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നറിയാൻ, എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്നറിയാൻ കേരളത്തിലെ ഓരോ പൗരനും അവകാശമുണ്ട്.